സാബു ജേക്കബ് കൂടുവിട്ട് കൂടുമാറി. ഒരേ തൂവൽ പക്ഷികളായതുകൊണ്ടാണ് അതെന്നാണ് അദ്ദേഹം പറയുന്നത്. ആണോ? ഇത് നമ്മൾ ഈ അമിത്ഷാ ഇതിൻ്റെ ചുക്കാൻ ഏറ്റെടുത്തപ്പോഴേ കരുതിയതാണ് ഇനി പലതും നടക്കും. അങ്ങനെയും വ്യാഖ്യാനിക്കാം. അമിത്ഷാ വന്നു, നിതിൻ ടിബിൻ ചാർജ് എടുത്തപ്പോൾ തന്നെ താവ്ഡെ പുതിയ തെരഞ്ഞെടുപ്പ് ചുമതലകൾക്കായിട്ട് കേരളത്തിലേക്ക് നിയോഗിച്ചു. ഇത് മുൻപ് തന്നെ നടന്നിട്ടുണ്ടാകുന്ന ഒരു ചർച്ചകളുടെ അടിസ്ഥാനത്തിലാകണം. പക്ഷേ ഇതിലൊരു സോഷ്യോ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് ഉണ്ട്. വാസ്തവത്തിൽ സാബു ജേക്കബ് എന്ന് പറയുന്ന വ്യവസായി BJPയോടൊപ്പം സഞ്ചരിക്കാൻ എടുത്തിരിക്കുന്ന രാഷ്ട്രീയ തീരുമാനം ഇപ്പോൾ കേരളത്തിലുടനീളം ആൾക്കാർക്കറിയാം. 2020 എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ ആൾക്കാർ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട് വാസ്തവത്തിൽ. ഒപ്പം തന്നെ കിഴക്കമ്പലത്തെ കാര്യങ്ങൾ റീലുകളായാലും ഷോർട്സുകളായിട്ടും വീഡിയോ ഒക്കെ ആയിട്ട് കേരളം മുഴുവൻ കാണുന്നുണ്ട്. ഇവർ അന്നാട്ടിലെ റോഡുകൾ കാണുന്നുണ്ട്, ബസ് സ്റ്റോപ്പുകൾ കാണുന്നുണ്ട്. ഒരു പഞ്ചായത്തിന് എപ്രകാരം വളരെ നിസ്സാരമായ തുകയ്ക്ക് കമ്പയർ ടു നമ്മുടെ നഗരങ്ങളിലൊക്കെ ഒരു ബസ് സ്റ്റാൻഡ് വയ്ക്കുമ്പോൾ പറയും ഇന്ന ആളുടെ ഫണ്ടിൽ നിന്നും വിനിയോഗിച്ച തുക പ്രകാരം നമ്മൾ അന്വേഷിക്കുമ്പോൾ 15 ലക്ഷം രൂപ 25 രൂപ 2 കമ്പയും ചേർത്ത് വെച്ച് ഒരു കൂര പോലെ വെച്ചിരിക്കണം. മഴയത്തോടെ നിൽക്കാനേ കഴിയില്ല, ഇരിക്കാനേ കഴിയില്ല. ഇതെന്ത് മോഡലാണെന്ന് ആൾക്കാർ അതിശയിച്ച് മൂക്കത്ത് വിരൽ വെച്ച് നിൽക്കുമ്പോഴാണ് സാബു ജേക്കബ് അവിടെ പണി കൊടുത്ത എല്ലാ സൗകര്യങ്ങളുള്ള ബസ് സ്റ്റാൻഡ് കാണുന്നത്, ബസ് സ്റ്റോപ്പ് കാണുന്നത്. അവിടെ തന്നെ ബസ് വന്നു പോകുന്നതും കാര്യങ്ങൾക്കും ഈ ഇടത് വരുന്ന മുന്നണികൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് കാണിച്ചത്. അപ്പോൾ ഇതൊരു വ്യവസായിയുടെ മാത്രം മുഖമല്ല, ഭരണക്ഷമത തെളിയിച്ച ഒരു വ്യവസായിയുടെയും കൂടി മുഖമാണ്. ഇപ്പോൾ BJP മുന്നോട്ട് വയ്ക്കുന്ന ഈ വികസന സ്വപ്നം, സങ്കല്പം, അത് നടപ്പാക്കാൻ ഒരു ഇത്തരത്തിലുള്ള വ്യവസായിയെ കൂടെ കൂട്ടുമ്പോൾ അതിൻ്റെ മാനങ്ങൾ വലുതാണ്. ചുരുക്കത്തിൽ പിന്നെ ഇതിനകത്ത് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. ഇത് നാളെ BJPക്ക് എന്ത് തന്നെ ആയാലും ഇദ്ദേഹം ഒരു കേവലമായ ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല. ഇത് നല്ല ബിസിനസ്സുകാരനാണ്. മാഷ്ക്കറിയാമല്ലോ, നമ്മൾ കഴിഞ്ഞ സർക്കാരൊക്കെ എന്തുമാത്രം ഇദ്ദേഹത്തെ വേട്ടയാടി. ഇദ്ദേഹം ഇവിടുന്ന് പാഞ്ഞ് പുറത്തേക്ക് പോയി, ജീവനും കൊണ്ട് പോയി. ഇദ്ദേഹത്തിൻ്റെ പിതാവ് തുടങ്ങി വെച്ച ആ ഒരു വ്യവസായ സംരംഭം ഏതെല്ലാം നിലയിൽ ഇദ്ദേഹം വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. അതിനെല്ലാം ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തുരങ്കം വയ്ക്കുന്നതും അനാവശ്യമായ കേസുകൾ ഒരു വ്യവസായം സംബന്ധിച്ച് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥ സംജാതമാക്കിയതിനെ തുടർന്ന് ജീവനും കൊണ്ട് അദ്ദേഹത്തിൻ്റെ മാത്രമേ പ്രശ്നമല്ല ഇത്. അദ്ദേഹത്തിന് നാളെ പൂട്ടിയിട്ട് പോയാൽ എത്രയോ തൊഴിലാളികളാണ് പട്ടിണിയിടാന്നുള്ളത്. ഇതൊന്നും ഒരു തൊഴിലാളി പാർട്ടികൾ ഇവിടെ കണ്ടില്ല എന്നുള്ളതാണ്. എത്രയോ തൊഴിലാളി പാർട്ടികളെ പട്ടിണിക്കിടാതിരിക്കാൻ ഇദ്ദേഹം വളരെ കൃത്യമായി ആലോചിച്ചുറച്ച് ഇദ്ദേഹം പുറത്തേക്ക് പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ കേരളത്തിലെ മറ്റ് സംസ്ഥാനങ്ങൾ കാത്തു നിന്നു. ഇദ്ദേഹം ഉത്തർപ്രദേശിലേക്ക് പോകുമോ, തെലങ്കാനയിലേക്ക് പോകുമോ, ആന്ധ്രയിലേക്ക് പോകുമോ, ഇങ്ങനെ വളരെ വളരെ ചോദ്യങ്ങളാണ് വരുന്നത്. എന്തായാലും അദ്ദേഹം പുറത്തേക്ക് പോയി. അപ്പോഴാണ് ഈ US-ൻ്റെ തീരുവയുടെ പ്രശ്നമൊക്കെ വരുന്നത്. എല്ലാം ഇദ്ദേഹം മറികടന്നു. ഇവിടെ ഇനി നമ്മൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിന് ഇതിനൊരു പുതിയ മാനമുണ്ട്. കിഴക്കമ്പലം പോലെ എൻ്റെയും പഞ്ചായത്താകണമെന്ന് ചിന്തിക്കാത്ത ആരെങ്കിലും കേരളത്തിലുണ്ടാവും? ഒരിക്കലുമില്ല. അടക്കം വളരെ രഹസ്യമായി ചോദിച്ചാൽ CPM-ലെ ഉന്നതരെ പോലും പറയും ഇത് ഇയാൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ അങ്ങനെ ആ അർത്ഥത്തിൽ നോക്കിയാൽ ഒരുപാട് രാഷ്ട്രീയമായി ഇത് മാറ്റം വരുത്താവുന്ന ഒരു സൂചനയാണ് സാബു ജേക്കബ് BJPയുമായി ഒത്തുചേർന്ന് പോകാൻ തീരുമാനിച്ചത്. ഇനിയും പലരും വരും. പക്ഷേ ഒരുപാട് പേര് കാത്തു നിൽക്കുന്നു, ക്യൂവിലുണ്ട്. ഇനിയും നമ്മൾ ചിന്തിക്കാത്ത വ്യക്തിത്വങ്ങൾ BJPയിലേക്ക് കടന്നു വരും. അത് നമുക്ക് അനൗദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന സൂചനകൾ വെച്ച് നോക്കുമ്പോൾ അതൊക്കെ ഇനി വരും ദിവസങ്ങൾ കാണാനിരിക്കുന്നതാണ്. ഇന്നലെ എത്ര അന്തസ്സോടു കൂടിയാണ് അദ്ദേഹം താൻ BJPയിലേക്ക് പോകാനുള്ള കാരണങ്ങളെ, അല്ലാതെ ഇദ്ദേഹം ഇരുട്ടത്ത് കയറി പോയതല്ല, വളരെ ഭംഗിയായിട്ട് നിവർന്നു നിന്നാണ് അദ്ദേഹം കാര്യം പറഞ്ഞത്. തനിക്ക് പറ്റിയ ചതിയും തന്നെ ദ്രോഹിച്ചതും ഒക്കെ ഇത് വാസ്തവത്തിൽ വ്യക്തിവിരോധത്തിൻ്റെ പേരിലല്ല, സമാനമായ ഒരു വികസന സങ്കല്പമുള്ള പാർട്ടി. അദ്ദേഹം പറഞ്ഞത് അഴിമതി ഇതുവരെ നിങ്ങൾ BJP ഭരണത്തിൽ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. ഇദ്ദേഹം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇതുവരെ പ്രതിപക്ഷത്തിന് ജനം വിശ്വസിക്കുന്ന രീതിയിൽ ഒരു അഴിമതി ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അത് നമുക്കിപ്പോൾ രാഷ്ട്രീയ വിരോധം വച്ചിട്ട് നമ്മൾ ഇവർ മോശക്കാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ തെളിവ് സഹോദര്യം വേണം. അത്തരത്തിലൊരു അഴിമതി കഥ പുറത്തു വരാത്തിടത്തോളം കാലം സ്വാഭാവികമായി ഇവർക്ക് മുന്നോട്ട് വയ്ക്കാം. അപ്പോൾ ആ ഒരു 1 പോയിന്റിലാണ് സാബു ജേക്കബ് ഇന്നലെ പിടിച്ചിരുന്നത്. അപ്പോൾ അതിലേക്ക് എത്തിപ്പെടുന്നത് എൻ്റെയും കൂടി ഭാഗ്യമെന്നുള്ള നിലയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആ അഴിമതി വിരുദ്ധ ഒരു നിലപാട്, ആ വിരുദ്ധ നിലപാടിലാണ് വാസ്തവത്തിൽ സാബു ജേക്കബ് യോജിക്കുന്നത്. പിന്നെ സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ അത് വ്യവസായിയാണ്. ആ വ്യവസായത്തിൻ്റെ ഗുണം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോകുന്നത് മാത്രമാണോ? അല്ല, ഈ നാടിനും നാട്ടാർക്കും ഉപകാരപ്രദമായ രീതിയിൽ ആ വ്യവസായത്തെ ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് ഭംഗിയായിട്ട് അറിയാം. പക്ഷേ സമ്മതിക്കുന്നില്ല എന്നുള്ളത്. അങ്ങനെ സമ്മതിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇങ്ങോട്ട് വരുമ്പോൾ അതിന് തൻ്റെ പിന്നിലും ഒരു വലിയ
പിന്നെ ഒരു ജനസമൂഹം ഉണ്ടെന്നും ഒരു വലിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടെന്നും ആ രാഷ്ട്രീയ പാർട്ടിക്ക് ഇവിടുത്തെ കേവലമായ പിന്നെ UDF-നും LDF-നും ഉപരിയായി ചിലത് ചെയ്യാൻ കഴിയുമെന്നും ആ ചെയ്യാൻ കഴിയലാണ് തൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക എന്നും ഈ മനുഷ്യന് ഭംഗിയായിട്ട് അറിയാം. ദീർഘദൃഷ്ടിയുള്ളവനാണ്. അത് കള്ളപ്പണം ഉണ്ടാക്കിയിട്ടല്ല അദ്ദേഹം ഇതെല്ലാം ആൾക്കാർക്ക് ചെയ്തു കൊടുത്തത്. താൻ അടിച്ചു മാറ്റുന്ന പൈസയൊന്നുമല്ല, തൻ്റെ ലാഭവിഹിതത്തിൽ നിന്നാണ് അദ്ദേഹം ഇതെല്ലാം ചെയ്യുന്നത്. നമ്മൾ കണ്ടല്ലോ, പിന്നെ AAP ഡൽഹിയിൽ ഭരണം വന്നപ്പോൾ കോടീശ്വരന്മാരായിരുന്നു മന്ത്രിസഭയിലുണ്ടായിരുന്നത്. AAPയുടെ MLA-മാരെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ മറ്റേത് രാഷ്ട്രീയ പാർട്ടികളിലും കാണുന്നതിനും ഉപരിയായിട്ടുള്ള കോടീശ്വരന്മാരാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിപ്പോൾ എന്ത് പറ്റി? എത്രയോ പേര്. അപ്പോൾ ഇതൊരു മറയായിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിലൊരു മറയൊന്നും മറ്റൊരു സാബു ജേക്കബ് ഒന്നും ചെയ്തിട്ടില്ല. സാബു ജേക്കബ് അതുകൊണ്ട് തന്നെ BJPക്ക് വലിയ ഗുണം സാബു ജേക്കബിൽ നിന്ന് കിട്ടും. മറിച്ച് ഇനി എറണാകുളം പോലൊരു സ്ഥലത്ത് BJPക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയാത്തൊരു സമയമുണ്ട്. ഒരു സാമുദായിക വിഷയങ്ങൾക്ക് പലതും കാരണം BJPക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല. ആ ഇടങ്ങളിൽ BJPയുടെ വോട്ട് ബേസ് വർദ്ധിപ്പിക്കുകയാണെന്നുള്ള കഴിയുന്നത്. അപ്പോൾ ഈ ഒരു ഫേസ്, അപ്പോൾ ഇത് പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് മാത്രം. ആ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റിന് പല തലങ്ങളിലേക്ക് ഇതിന് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ സാമുദായികമായി ഇനി സാബു ജേക്കബ് വരുമ്പോൾ സാബു ജേക്കബിൻ്റെ വ്യവസായി എന്നുള്ള നിലയിൽ എന്തുമാത്രം ബന്ധങ്ങളായിരിക്കും ഇതിലുണ്ടാവുക. ആ ബന്ധങ്ങളെല്ലാം ഇനി BJPക്കും കൂടി അവകാശപ്പെട്ടതായി മാറും. BJPയോട് ഒത്തുചേരുമ്പോൾ ഇരുവരുടെയും വളർച്ചയാണ് അവിടെ സാധ്യമാകുന്നത്. അപ്പോൾ ഇങ്ങനെ പിന്നെ നമുക്ക് പറയാമല്ലോ, ഒരു പക്ക രാഷ്ട്രീയക്കാരനായി ഞാൻ നിൽക്കില്ല എന്ന് ഒരു പക്ഷേ സാബു ജേക്കബ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പക്ക രാഷ്ട്രീയക്കാരനായി നിൽക്കാത്തിടത്തോളം കാലം അദ്ദേഹത്തിൻ്റെ വ്യവസായം ഏതളവിൽ നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം അങ്ങനെയാണ്. ഇപ്പോൾ സാബു ജേക്കബിന് വളരെ കാര്യങ്ങൾ മനസ്സിലായി. ഇവിടെ തനിക്ക് ഏറെക്കുറെ ചേർന്ന് പോകാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമാണെന്ന് മനസ്സിലായി. അഴിമതിയാണ് അതിൻ്റെ മുഖ്യ പ്രശ്നം എന്ന് പറയും. അപ്പോൾ BJP നോക്കിയപ്പോഴത്തേക്ക് അവർക്ക് വോട്ട് ബേസ് വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യമായി. പിന്നെ ഒരു സെക്യുലർ ഫേസിനും കൂടി BJPക്ക് ഇത് ഉപകാരപ്പെടും. അപ്പോൾ സാബു ജേക്കബിനുള്ള മറ്റ് സമുദായങ്ങളിൽ വരും. ഇപ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ, വിശേഷിച്ചും ക്രിസ്തീയ വോട്ടുകൾ BJPയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് പലപ്പോഴും വിജയിച്ചതായി കാണുന്നില്ല. ഇനി സാബു ജേക്കബ് വന്ന ആൾക്കാരെ കൊണ്ട് വലിയ തോതിൽ പ്രയോജനം BJPക്ക് ഇതുവരെ കിട്ടിയിട്ടുമില്ല. പക്ഷേ ആ സാഹചര്യത്തിൽ സാബു ജേക്കബിൻ്റെ വരവ് അദ്ദേഹത്തെ കൊണ്ട് മറ്റേ പലർക്കും പലപ്പോൾ ഗുണങ്ങളുണ്ടാവും. ഇപ്പോൾ ഒരു വ്യവസായി എന്നുള്ള നിലയിൽ ഒരു പരസ്യങ്ങൾ കൊടുക്കേണ്ടി വരുമായിരിക്കാം. അപ്പോൾ ആ പരസ്യങ്ങളൊക്കെ പലരും കാംക്ഷിക്കുന്നുണ്ടായിരിക്കാം. അദ്ദേഹത്തിനും അവകാശപ്പെടാം, ഞാൻ അങ്ങോട്ട് സഹായം ചെയ്യുമ്പോൾ നിങ്ങൾ എനിക്കൂടി സഹായം ചെയ്യുമെന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അത് ബിസിനസ്സിന് മാത്രമുള്ള ചില കൊടുക്കൽ വാങ്ങലുകളാണ്. അത് പിന്നെ ഒരു വ്യവസായി ആയിരിക്കുമ്പോഴും ഒരു രാഷ്ട്രീയക്കാരനും കൂടി ആയിരിക്കുക. അത് ഏത് തൊഴിലും അല്ലെങ്കിൽ ഏത് വലിയ വ്യവസായവും രാഷ്ട്രസേവനത്തിനും കൂടി ഉപയോഗപ്രദമായ രീതിയിൽ ചെലവഴിക്കുന്ന ആൾക്കാരുണ്ട്, വ്യവസായികളുണ്ട് നമ്മുടെ നാട്ടിൽ. നമുക്ക് അത്തരം വ്യവസായികളില്ലാതെ നിലനിൽക്കാനും കഴിയില്ല. ആ സാഹചര്യത്തിൽ സാബു ജേക്കബിൻ്റെ വരവ് വളരെ വലിയ ആഴത്തിലുള്ള ഒരു സഹായം BJP നൽകും. തീർച്ചയായിട്ടും അത് നൽകും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. തന്നെയല്ല, വികസനമാണ് BJP. രാജീവ് ചന്ദ്രശേഖർ ഒരു വ്യവസായിയാണ്, അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലെ BJPയുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇദ്ദേഹത്തിന് വലിയ പ്രശ്നമല്ല. ഈ രാജീവ് ചന്ദ്രശേഖർ, അമിത്ഷാ കൂടാതെ ഈ RC ഫാക്ടറും കൂടി ഇതിനകത്തൊരു ഘടകമായിട്ടില്ലേ? ഉണ്ടോ? അല്ല, അതുണ്ടാകും. പക്ഷേ കാരണത്തിൽ ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന മനുഷ്യൻ വന്നതോടുകൂടിയാണ് പരമ്പരാഗത രാഷ്ട്രീയ ശൈലിയിൽ നിന്ന് വേറിട്ടൊരു ചിന്ത ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ ഗണേഷ് കുമാറും തമ്മിലുള്ള വിഴുപ്പലക്കൽ പോലെ ഒന്നിലേക്ക് അദ്ദേഹം ഒരിക്കലും പോയിട്ടില്ല. നിലവാരം താഴ്ത്തിയിട്ടില്ല. അപ്പോൾ അത് പരമ്പരാഗതമായ രാഷ്ട്രീയ ശൈലിയിൽ നിന്ന് വേറിട്ട് ചിന്തിച്ചത് രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ തന്നെയാണ്. ഈ കുടിപ്പകയുള്ള പോരാട്ടങ്ങളൊന്നും അതിനകത്ത് കണ്ടില്ല. അപ്പോൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെ മനസ്സിൽ തന്നെ ഒരു പ്ലാൻ ഉണ്ടാവും. അദ്ദേഹം പറഞ്ഞത് നമുക്കിപ്പോഴും ഓർക്കാം. ഞാൻ ചില കാര്യങ്ങൾ തീരുമാനിച്ചാണ് വന്നത്, ചില കാര്യങ്ങൾ നടപ്പിലാക്കാനാണ് എന്നെ ഇവിടെ അയച്ചത്, നടപ്പാക്കിയിട്ടേ പോകും. അതാണ് ഒരു വിജയിയായിട്ടുള്ളൊരു രാഷ്ട്രീയക്കാരൻ്റെ അല്ലെങ്കിൽ വ്യവസായിയുടെ രണ്ടും വിജയമന്ത്രങ്ങളാണ്. അതിൻ്റെ ഒരു വിജയമന്ത്രം അതാണ്. ഒരു വ്യവസായിക്ക് മറ്റൊരു വ്യവസായിയെ ഭംഗിയായിട്ട് തിരിച്ചറിയാനും കഴിയുന്നുള്ളതാണ്. ഇത് മാത്രമല്ല, അതിൽ വലിയ സഹായം അമിത്ഷായുടെ ഭാഗത്തുനിന്നുണ്ടാവും, പുതിയ നിവിൻ നബീൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും, പുതിയ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള ആളുടെ ഭാഗത്തുനിന്നുണ്ടാവും, പിന്നെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ കയ്യിൽ നിന്നുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള ചർച്ചകൾക്കും ഒക്കെ ശേഷമാണ് വാസ്തവത്തിൽ ഈ ഒരു ഫേസ്, നമ്മുടെ സാബു ജേക്കബിൻ്റെ ഫേസ് എന്ന് പറയുന്നത് BJPയുടെ മുഖത്തെ പോലും വലിയ തോതിൽ സ്വാധീനിക്കും. കാരണം കേരളത്തിൽ ഇപ്പോൾ എന്താണ്, ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ കാണുന്നത് പോലെയുള്ളൊരു സാമൂഹ്യ അന്തരീക്ഷമല്ല അത്. നമ്മുടെ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഇപ്പോഴും ഭയപ്പാടാണ്, BJPയോട് ചേർക്കാൻ ഭയപ്പാടാണ്. ഈ സാബു ജേക്കബിനെ പോലെ പല ആൾക്കാർ ഇങ്ങോട്ട് വരുമെന്നാണ് കേൾക്കുന്നത്. അത് കേൾവി മാത്രമേ അവസാനിക്കില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട്. കാരണം വന്നു തുടങ്ങിയിരിക്കുന്നു, ആ ഫ്ലോ വന്നു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഇന്ന് പോലും ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു, ചില സൂചനകൾ വാർത്തകളായി വന്നിരുന്നു. വാർത്തകളല്ല, അത് അത്ര അനൗദ്യോഗികമായി നമുക്ക് കേൾക്കാൻ നമുക്ക് പറയാൻ കഴിയില്ല. ചില വളരെ പ്രമുഖരായ ചില ആൾക്കാർ BJPയിലേക്ക് എത്തുന്നു, ചർച്ചകൾ പുരോഗമിക്കുന്നതാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്കത് ഊഹിച്ച് നമ്മൾ പറയുന്നില്ല. പക്ഷേ അതൊക്കെ നാളുകളിൽ സംഭവിക്കാൻ പോകും. ജയശങ്കർ വരുമെന്നും പറഞ്ഞ് വലിയ ചാനലുകളിലുമൊക്കെ വലിയ വാർത്തകളൊക്കെ കൊടുക്കും. എവിടെ വന്നു?
അപ്പോൾ അത് നമുക്ക് തള്ളിക്കളയാവുന്നതാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് ആ തരത്തിലേക്കല്ല. നല്ല പൊളിറ്റീഷ്യൻസ്, പക്ക പൊളിറ്റീഷ്യൻസ്, വലിയ തോതിൽ പിന്നെ ഈ അടിച്ചമർത്തപ്പെട്ട് വീണ്ടും അതിനകത്ത് ജീവിക്കേണ്ടി വരുന്ന ചില പൊളിറ്റീഷ്യൻസ്, അവരോട് സത്യത്തിൽ ചർച്ചകൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ചർച്ചകൾ ഏതളവിൽ വിജയിക്കുമെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. എല്ലാ അർത്ഥത്തിലും വിജയിച്ചാലേ അവരിനി മാറുന്ന അർത്ഥമുള്ളൂ. അല്ലാതെ പേരിന് വേണ്ടി, വാശിക്ക് വേണ്ടി എടുത്ത് ചാടാനൊന്നും അവരാരും തയ്യാറായിരിക്കില്ല. അപ്പോൾ അതേ അളവിൽ അത് ടാക്കിൾ ചെയ്യാൻ അമിത്ഷായ്ക്കും കൂട്ടർക്കും അറിയാം, എന്താ ചെയ്യേണ്ടതെന്നറിയാം. അത് ഇരുകൂട്ടർക്കും പ്രയോജനമായ രീതിയിൽ പിന്നെ മാറ്റം വരുത്താനും അവർക്കറിയാം. അപ്പോൾ സാബു ജേക്കബുമായിട്ട് പോലും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. വാസ്തവത്തിൽ ഒരു സക്സസ്ഫുൾ ബിസിനസ്മാൻ എന്നുള്ള നിലയിൽ, ഒരു പക്ക പ്രൊഫഷണൽ എന്നുള്ള നിലയിൽ രാജീവ് ചന്ദ്രശേഖറുമായി ഒത്തുപോകാൻ, രാഷ്ട്രീയത്തിൽ BJPക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ, കൂട്ടത്തിൽ തനിക്കും തൻ്റെ 2020ക്കും നേട്ടങ്ങൾ കൈവരിക്കാൻ, ദേശീയമായി തന്നെ ബിസിനസ്സിന് വളർച്ച ഉണ്ടാക്കിയെടുക്കാൻ ഒക്കെ അതുവഴി നാടിനും നാട്ടാർക്കും സൗഭാഗ്യങ്ങൾ വിളമ്പാനും നമ്മുടെ സാബു ജേക്കബിന് കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.